ഹായ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കൂലി വർക്കർ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തു നോക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ കോഡ് 61/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്, ഓപ്ഷൻ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. 3. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ ഡി, ലാഹോർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു, ഓപ്ഷൻ ഡി. 5. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു, ഓപ്ഷൻ സി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി, 44-ാം ഭേദഗതി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ, അമേരിക്ക. 9ാമത്തെ ചോദ്യം, മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി, ഓപ്ഷൻ ബി. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 47 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂര്, ഓപ്ഷൻ എ. 12. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി. 13ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി. 14. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി. 15ാമത്തെ ക്വസ്റ്റ്യൻ, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ഭായ്, ഓപ്ഷൻ എ. 16ാമത്തെ ക്വസ്റ്റ്യൻ, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ, G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ബി, G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. സി, 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഡി, എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി, 1998 G20 രൂപീകരിക്കപ്പെട്ടത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ, ഓപ്ഷൻ ബി. 18. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി. ഉൾപ്പെടാത്തത് പോറ്റി ശ്രീരാമുലു, ഓപ്ഷൻ ബി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1. ചേരിചേരാ നയം.
2 സമാധാനപരമായ സഹവർത്തിത്വം, 3 ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, 4 സ്വാശ്രയത്വം. വിദേശ നയത്തിൽ ഉൾപ്പെടുന്നവ 1, 2, 3. ഓപ്ഷൻ സി. 20ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. 22 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. 23 കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ്. ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. 25 വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? വലിപ്പത്തിൽ 7ാം സ്ഥാനം. ഓപ്ഷൻ സി. 26ാമത്തെ ക്വസ്റ്റ്യൻ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാൻ. ആൻസർ ഓപ്ഷൻ ഡി. 27 കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? മുത്തങ്ങ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 28 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന. ഓപ്ഷൻ എ ചൈന. 29 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഓപ്ഷൻ സി പെരിയാർ. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലം. ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ഓപ്ഷൻ ബി. 32 കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഓപ്ഷൻ എ. 33 ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഓപ്ഷൻ സി. 34 പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിൽ. ഓപ്ഷൻ ഡി. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിരാ പോയിന്റ്. ഓപ്ഷൻ സി. 36 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ ഡി ആലപ്പുഴ. 37 നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലില്. ഓപ്ഷൻ സി. 38 കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 941. 39ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി. ആൻസർ ഓപ്ഷൻ സി AJ ദേശായി. 40 പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. 41ാമത്തെ ക്വസ്റ്റ്യൻ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി മേഘാലയ. 42. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973. ഓപ്ഷൻ സി. 43. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ. 44. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തതേത്? ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഓപ്ഷൻ സി ഓർബിറ്റർ. 45. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രമേത്? താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം. ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. 46ാമത്തെ ക്വസ്റ്റ്യൻ. ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഓപ്ഷൻ ബി 2017 ജൂലൈ 1. 47. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ്. ഓപ്ഷൻ സി. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ. ഓപ്ഷൻ എ ഏഷ്യ. 49. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ. ഓപ്ഷൻ ഡി അല്ലു അർജുൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. ഓപ്ഷൻ ബി. 51. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. ഓപ്ഷൻ എ. 52ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. ഓപ്ഷൻ എ. 53ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? 1. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. 2. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. 3. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. 4. അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ശരിയായിട്ടുള്ളത് 2 മാത്രം. ഓപ്ഷൻ ബി കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. 54. ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ലോല പയറിന്റെ സങ്കരയിനാണ്. ഓപ്ഷൻ സി പയർ. 55. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി കണ. 56. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. 2. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. 3. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ശരിയായിട്ടുള്ളത് 2 മാത്രം. ഓപ്ഷൻ ബി തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി മലപ്പുറം. മുതിയം കടൽ തീരം മലപ്പുറം ജില്ലയില്.
58ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. ഓപ്ഷൻ സി. 59, സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഓപ്ഷൻ എ ആർദ്രം. 60ാമത്തെ ക്വസ്റ്റ്യൻ, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം. വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ സി. വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായിട്ട് മാറുന്നു. 61, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. 62ാമത്തെ ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനം. 63, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ടൈറ്റാനിയം. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത്. 1, കണികകളുടെ ഊർജം കൂടുന്നു. 2, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. 3, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. 4, കണികകളുടെ ചലനം കുറയുന്നു. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി 1, 2, 3. 65ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാൻ. ഓപ്ഷൻ ബി ജപ്പാൻ. 66ാമത്തെ ക്വസ്റ്റ്യൻ, ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. എ, ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ബി, ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. സി, താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഡി, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജെയിംസ് വെബ് ദൂരദർശിനിയുടെ സവിശേഷതയിൽ പെടാത്തത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ പോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്. 68, നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി വവ്വാൽ. ഓപ്ഷൻ എ. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റിസ് മെലിറ്റസ്. ഓപ്ഷൻ സി. 70, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. ഓപ്ഷൻ സി. 71, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സ്പിഗ്മോമാനോമീറ്റർ. ഓപ്ഷൻ എ. 72, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഓപ്ഷൻ ഡി പ്രമേഹം. 73, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ്. ഓപ്ഷൻ സി ലിംഫോസൈറ്റിനെ. 74ാമത്തെ ക്വസ്റ്റ്യൻ,
സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് WIFS. ഓപ്ഷൻ എ. 75. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി. ബാലമിത്ര. 76. ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ സി. കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല. ഓപ്ഷൻ സി. 77. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. ഓപ്ഷൻ എ. ക്യാപ്റ്റൻ ഗീതിക കൗൾ. 78. ക്വസ്റ്റ്യൻ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമേത്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം? ഓപ്ഷൻ ബി. കൊൽക്കത്ത. 79. ക്വസ്റ്റ്യൻ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാട്. ഓപ്ഷൻ ഡി. തുടങ്ങനാട്. 80. ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി 28%. ഓപ്ഷൻ സി. 81 മുതൽ മാത്സ് ആണ്. ആൻസർ പറഞ്ഞു പോവാം. 3030 ഭാഗം 15 പ്ലസ് 15. ആൻസർ ഓപ്ഷൻ എ. 217. 82. രണ്ട് സംഖ്യകളുടെ ലസാഗു 108 ഉസാഗ 18 സംഖ്യകളിൽ ഒന്ന് 54 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഓപ്ഷൻ ബി. 36. 83. ക്വസ്റ്റ്യൻ. ചെറുതേത്? ഓപ്ഷൻ ബി. 8/13. 84. 5/6.625 ഈക്വൽസ് 0.7547 ആയാൽ 5/6625 എത്ര? ആൻസർ ഓപ്ഷൻ സി. 85. √1 36/64. ആൻസർ ഓപ്ഷൻ ഡി. 1 4/1. 86. ക്വസ്റ്റ്യൻ. 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90 ആയാൽ അഞ്ചാമത്തെ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ എ. 80. 87. ക്വസ്റ്റ്യൻ. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? ഓപ്ഷൻ എ. 500. 88. ക്വസ്റ്റ്യൻ. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഓപ്ഷൻ ഡി. 1 മണിക്കൂർ 50 മിനിറ്റ്. 89. ക്വസ്റ്റ്യൻ. √3249 സമം 57 ആണ് എങ്കിൽ √3249 പ്ലസ് √32.49 പ്ലസ് √3,24,900 മൈനസ് √0.3249 എത്ര? ആൻസർ ഓപ്ഷൻ ബി. 632.13. 90. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്ര? ഓപ്ഷൻ സി. 25. 91. -7 പ്ലസ് 5 ഇൻറ്റു -3 -7 ഇൻറ്റു -2 പ്ലസ് 13 -5 പ്ലസ് 14 ഭാഗം 2. ആൻസർ ഓപ്ഷൻ സി. 7. 92. 4,7,12,19,39. ആൻസർ ഓപ്ഷൻ ബി. 28. 93. ആൻസർ ഓപ്ഷൻ സി. 27. 94. സമാനമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 5, 11,
17, 22. 95. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചതേത്? ഓപ്ഷൻ ബി 3, 2. ഓപ്ഷൻ ബി 3, 1, 2, 4. 96. കൂട്ടത്തിൽ പെടാത്തതാര്? ഓപ്ഷൻ സി 51. 97. നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു, അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴുള്ള പ്രായം എത്ര? ഓപ്ഷൻ സി 25. 98. ഒരാൾ തന്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്തെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ഓപ്ഷൻ എ 130 മീറ്റർ. 99. ഓപ്ഷൻ ബി 0. 100. 61-ൽ എത്ര 6 ഒന്നുകളുണ്ട്? ഓപ്ഷൻ എ 366. Okay friends, thank you.